റംസാൻ വ്രതാനുഷ്ഠാനത്തിൽ പകൽ അന്നപാനീയങ്ങൾ വെടിയുന്നത് മൂലം കുറവ് വന്നേക്കാവുന്ന പോഷകങ്ങളെല്ലാം വീണ്ടെടുക്കാൻ ഉതകുന്ന വിഭവങ്ങളാണ് സായന്തനങ്ങളിലെ നോമ്പുതുറയുടെ സവിശേഷത. പഴച്ചാറുകൾ ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ, പഴങ്ങൾ, ലഘുപലഹാരങ്ങൾ എന്നിവ നോമ്പ് തുറക്കാനും സ്വാദിഷ്ടമായ വിഭവങ്ങൾ തുടർന്നുള്ള ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്നത് വ്രതാനുഷ്ഠാന സമയത്ത് നഷ്ടമാകുന്ന ഊർജം തിരികെ ലഭിക്കാൻ സഹായകമാവും. ഉദയാസ്തമയങ്ങൾക്കിടയിലെ ഉപവാസത്തിന് വിരാമമിടാനായി പാനീയങ്ങളും പഴങ്ങളും കഴിക്കുന്നത് ശരീരത്തിന് നവോന്മേഷം കൈവരാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും ഇടയാക്കും. നാര് സമ്പുഷ്ടമായതിനാൽ പഴങ്ങൾ ദഹനപ്രക്രിയയെ സുഗമമാക്കും. നാരങ്ങവെള്ളം, ജ്യൂസ്, തരിക്കഞ്ഞി, വെള്ളം തുടങ്ങിയ പാനീയങ്ങളാണ് നോമ്പ് തുറക്കുന്നതിന് സാധാരണയായി ഉണ്ടാകാറുള്ളത്. ഒപ്പം ഈന്തപ്പഴം, തണ്ണിമത്തൻ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ പഴങ്ങളിൽ ചിലതും സമൂസ, ഉന്നക്കായ തുടങ്ങിയ ലഘുപലഹാരങ്ങളും ഉണ്ടാകാറുണ്ട്. നോമ്പുതുറയെ തുടർന്നുള്ള ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. പത്തിരി, പൊറോട്ട, നെയ്ച്ചോറ്, ബിരിയാണി തുടങ്ങിയ ഭക്ഷണ ഇനങ്ങൾ പോത്ത്, കോഴി, ആട് തുടങ്ങിയവയുടെ മാംസം കൊണ്ടുള്ള സ്വാദിഷ്ട വിഭവങ്ങളോടെയാണ് വിളമ്പാറുള്ളത്. പാനീയങ്ങളും പഴങ്ങളും ലഘുപലഹാരങ്ങളും ആസ്വദിച്ചുള്ള നോമ്പുതുറയെ തുടർന്ന് നിസ്കാരശേഷം പ്രധാന ഭക്ഷണം കഴിക്കുന്നതാണ് പതിവ്. വീടുകളിലെ നോമ്പുതുറയ്ക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വിഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. അതേസമയം വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒരുക്കുന്ന സമൂഹ നോമ്പുതുറകളിലും തുടർന്നുള്ള ഇഫ്താർ വിരുന്നുകളിലും സ്വാദേറും വിഭവ സമൃദ്ധി സാധാരണമാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV.